വാഴ 2 അണിയറ പ്രവർത്തകരെ അതിശയിപ്പിച്ചുകൊണ്ട് വലിയ വിജയം നേടിക്കൊണ്ട് പ്രദർശനശാലകളിൽ തുടരുകയാണ്. വാഴ 1 അതുപോലെ തന്നെ വിജയം നേടിയതാണ്. സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയും അതിൻ്റെ പോലെ തന്നെ പിന്നീടും അതേ ലെവൽ തന്നെയാണ് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റുഡൻസ് അവരുടെ അനുഭവിക്കുന്ന അവസ്ഥകൾ ഇതിനെ കാണിച്ചിരിക്കുന്ന ചിത്രം. അൽഫോൺസ് പുത്രൻ തന്നെ പറഞ്ഞു, തൻ്റെ പ്രേമത്തെക്കാട്ടിലും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ചിത്രം തന്നെയാണ് വാഴ 2 എന്നാണ് അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്ന സംവിധായകൻ പറഞ്ഞിരിക്കുന്നത്. വാഴ 1 സ്റ്റുഡൻസ് കാലഘട്ടത്തിലും അവരുടെ മാതാപിതാക്കളുടെ സംഘർഷവുമായിരുന്നുവെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് വളരെയധികം ക്യാഷ് കിട്ടും, ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും അവരവിടെ അനുഭവിക്കുന്ന യഥാർത്ഥ അവസ്ഥകളെ തുറന്നു കാണിക്കുകയാണ് വാഴ 2 കാണിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ലക്ഷങ്ങൾ ശമ്പളം, അടിപൊളി ലൈഫ് എന്നുള്ളതൊക്കെ സോഷ്യൽ മീഡിയകൾ വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇതിൻ്റെ യഥാർത്ഥ തലപ്പ് ജർമ്മനി, യൂറോപ്പ് മുതലായിട്ടുള്ള കൺട്രീസുകളിലെ കാര്യങ്ങൾ തുറന്ന് പലരും കാണാനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 2 ലക്ഷം 3 ലക്ഷം ശമ്പളം കിട്ടുമെന്ന് കാണുമ്പോൾ പക്വതയാകാത്ത പ്രായത്തിലുള്ള കുട്ടികൾ +2 ശേഷം വരുന്ന സമയത്ത് അവരുടെ ചിന്താഗതിയിൽ ഇത്രത്തോളം നമ്മുടെ കയ്യിൽ കിട്ടുമെന്നാണ്. പക്ഷേ ആ കാശ് അതുപോലെ തന്നെ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് ബാങ്കിൽ സേവ് ആകുകയുള്ളൂ. പക്ഷേ അവിടുത്തെ ചിലവനുസരിച്ച് അതിൻ്റെ 3/4 പങ്കും അവിടുത്തെ അത്യാവശ്യ സാധനങ്ങൾ, അത്യാവശ്യ വാടക, ഭക്ഷണം, മറ്റ് ചിലവുകൾക്ക് വേണ്ടി പോകുമെന്നുള്ള യാഥാർത്ഥ്യം അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകുകയും ജോലി എന്ന് പറയുന്നത് ഇത്ര നിസ്സാരമായിട്ടുള്ള ജോലിയല്ല, അത്രത്തോളം ബുദ്ധിമുട്ടായിട്ടുള്ള ജോലിയിലേക്ക് പോകേണ്ടതായിട്ട് വരികയും ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പഠനത്തോടൊപ്പം ജോലി എന്ന് പറയുമ്പോൾ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ളതും ജോലിയിൽ പഠനത്തെയും ബാധിച്ച് തങ്ങളുടെ പഠന ജീവിതത്തിൻ്റെ അവസ്ഥയും മാറിപ്പോവുകയും ലഹരിക്ക് അടിമയായിട്ട് പോകുന്ന വ്യക്തികളെയും വളരെയധികം കാണുവാനായിട്ട് സാധിക്കുന്നു. വാഴ 1ൻ്റെ സംവിധായകനും വാഴ 2വിൻ്റെ സംവിധായകനും അതിൻ്റെ നിർമ്മാതാക്കളും വളരെയധികം അതിശയോക്തിയോടുകൂടിയാണ് ഈ വാഴ 2വിൻ്റെ വിജയം കാണുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരുന്ന യുവാക്കളെയും പുതുമുഖ താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും അണിയിച്ചൊരുക്കിയപ്പോൾ വലിയ താരങ്ങളില്ലാതെ ആയപ്പോൾ തന്നെ അതിൻ്റെ ബഡ്ജറ്റ് കുറയുകയും ചിത്രം വേറൊരു തലത്തിലേക്ക് ഉയരുകയും ചെയ്തു. വളരെ ശ്രദ്ധിക്കപ്പെടാത്ത പുതുമുഖ താരങ്ങളെ കൊണ്ടും വലിയ വിജയങ്ങൾ നേടാമെന്ന് പണ്ട് ഫാസിൽ കാണിച്ചു തന്നിരിക്കുന്ന അതേ രീതി തന്നെ ഈ സിനിമയിലൂടെയും കാണിച്ചു തന്നിരിക്കുകയാണ് ഇതിൻ്റെ സംവിധായകൻ. വളരെ ചെറിയ ബജറ്റിൽ എടുത്തുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ അല്ല കോടികൾ തന്നെ നിർമ്മാതാവിന് ലാഭമായിട്ട് തന്നെ വാഴ 2 വന്നിരിക്കുകയും വളരെ സന്തോഷകരമായ അവസ്ഥകളാണ് ഈ പ്രവർത്തകർക്ക് ഉണ്ടാകുകയും ചെയ്തിരിക്കുന്ന ചിത്രമാണ് വാഴ 2.